ഓൺലൈനിൽ പതിവായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസത്തിലും പല പല വേരികളിൽ ആമസോണും ഫ്ലിപ്കാർട്ടും ഓഫർ സെയിലുകളായിട്ട് എത്താറുണ്ട്. എന്നാൽ ഏറ്റവും ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഉറപ്പായിട്ടും വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പറ്റത്തുള്ളൂ. ആമസോണിലാണെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ്. ആമസോണിൽ ഈ വരുന്ന സെപ്റ്റംബർ 23-ാം തീയതി, അതായത് വരുന്ന ശനിയാഴ്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ 22-ാം തീയതി മുതൽ ആക്സസ് കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്ടോബർ മാസത്തിലാണ് പൊതുവെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഒക്ടോബർ 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ ഒക്ടോബർ 2 മുതൽ നിങ്ങൾക്ക് ഏർലി ആക്സസ് കിട്ടുന്നതാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 2000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇയർബഡ് നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് വാങ്ങിക്കാം. അതാണ് നമ്മുടെ ബിഗ് ബില്യൺ ഡേ ആണെങ്കിലും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണെങ്കിലും. ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബോട്ട് എയർഡോപ്സ് 402 1999 നോർമൽ റേറ്റ്, എന്നാൽ ഞാനത് 999 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയുക എക്സാമ്പിൾ പറയാൻ അറിയത്തില്ല. ഉറപ്പായിട്ടും നോർമലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു റേറ്റിന് വരാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഇയർബഡുകൾ ഞാൻ ചെയ്യും, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ, സ്പീക്കേഴ്സ്, ഇതൊക്കെ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ അതിൽ കൂടുതൽ ഏതെങ്കിലുമൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അതും അങ്ങോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നോർമലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആമസോണിലേക്ക് വരാം. മൊബൈൽ ആൻഡ് ആക്സസറീസ് അപ് ടു 40% ഓഫ് ആയിരിക്കും. ലാപ്ടോപ്പ്, PC, സ്മാർട്ട് ഡിവൈസസ് ആൻഡ് മോർ അതും അപ് ടു 70% ഓഫാണ്. ആമസോൺ ഫാഷൻ ഐറ്റംസ് അപ് ടു 80% ഓഫിൽ കിട്ടും. TV ആൻഡ് അപ്ലയൻസസ് അപ് ടു 60%. ഹൗസ് ഹോൾഡ് ആൻഡ് കിച്ചൺ ഐറ്റംസ് അപ് ടു 70%. ഡെയിലി എസെൻഷ്യൽസ് ആൻഡ് ഫുഡ് ഐറ്റംസ് അപ് ടു 70%. ആമസോൺ പ്രോഡക്ട്സ് ലൈക്ക് അലക്സ, കിൻഡിൽ ആണെങ്കിൽ നമുക്കത് അപ് ടു 55% കിട്ടും. കൂടാതെ ബുക്സ്, ഗ്രൂമിംഗ് പ്രോഡക്ട്സ് ആൻഡ് മോർ അതും അപ് ടു 70% നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ മൊബൈൽ ഫോൺസ് അപ് ടു 80% കിട്ടും. ടോപ്പ് ഇലക്ട്രോണിക് ഐറ്റംസ് നമുക്ക് അപ് ടു 80%. ബെസ്റ്റ് ഓഫ് TV ആൻഡ് അപ്ലയൻസസ് നമുക്ക് അപ് ടു 80%. ടോപ്പ് ഫാഷൻസ് നമുക്ക് ഡ്രസ്സുകളൊക്കെ തന്നെ അപ് ടു 50 to 80% കിട്ടും. ടോപ്പ് ഫർണിച്ചർ ആൻഡ് മാട്രസസ് അപ് ടു 85% കിട്ടും. കൂടാതെ ബ്യൂട്ടി, ഫുഡ്സ്, ടോയ്സ് ആൻഡ് മോർ അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റാർട്ടിംഗ് ഫ്രം 49 രൂപയ്ക്ക് തുടങ്ങും. കൂടാതെ ഹോം ആൻഡ് കിച്ചൺ പ്രോഡക്റ്റുകൾ നമുക്ക് 79 രൂപയ്ക്കും തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ 2023 ബിഗ് ബില്യൺ ഡേയ്സിലും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. എന്തായാലും ഒഫീഷ്യലി ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഈ ഒരു ഓഫർ സെയിലുകളെ കുറിച്ചിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ഉറപ്പായിട്ടും ഇത് തന്നെയായിരിക്കും റേറ്റ്. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം നോർമലി ഈ ഒരു ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ സെയിലായിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടും വരും. അത് ഇത്തവണയും കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അതും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ഒരു സാധനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇത്ര മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഏറ്റവും ലാഭകരമായിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവരും അറിയട്ടെ, കാരണം അവരും ലാഭകരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.